എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭിന്നശേഷി സംവരണം കാരണം പല സ്കൂളുകളിലും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും. സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ ഭിന്നശേഷിക്കാർ ഇല്ല എന്ന മറുപടിയാണ്. അതേസമയം ആ തസ്തിക ഞങ്ങൾ ഒഴിച്ചിടേണ്ടി വരുന്നു. അങ്ങനെയുള്ള തസ്തികകൾ ഒഴിച്ചിട്ടിട്ട് പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്നത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി വേജസ് വയ്ക്കേണ്ടി വരുന്നു. ആ നിയമനങ്ങൾക്ക് പോലും അംഗീകാരം തരാതെ ഭിന്നശേഷി സമരത്തിന് അനുസരിച്ച് ഒഴിച്ചിട്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ വരുമ്പോൾ സ്കൂളിലെ പഠനം നടക്കുന്നില്ല. അധ്യാപകർ ഡെയിലി വേജസുകാർക്ക് ഉള്ളത് അംഗീകാരം പോലും ലഭിക്കുന്നില്ല. ശരിയായിട്ടുള്ളൊരു നിയമനം നടക്കുന്നില്ല. പെർമനൻ്റ് ആയിട്ടുള്ള നിയമനം പറഞ്ഞാലേ ശരിയായിട്ടുള്ള പഠനം നടക്കുകയുള്ളൂ. ഇതേ അവസരത്തിൽ തന്നെയാണ് NSS സഹോദരങ്ങൾ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിച്ചത്. അത് അനുബന്ധമായിട്ടുള്ള സമമായിട്ടുള്ള മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാണെന്ന് നൽകിയിട്ട് പോലും ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് മാത്രമല്ല മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്തീയ സമുദായത്തിന് നേരെയുള്ളത് മാത്രമല്ല, അധ്യാപക സമൂഹത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് അവരെ നിയമിക്കുന്ന സ്കൂളുകൾക്കെതിരെ, കുട്ടികൾക്കെതിരെ. അതുകൊണ്ട് തന്നെയാണ് ഈ കാത്തലിക്കുകളുടെ നടത്തുന്ന 31-ാം തീയതിയിലത്തെ പ്രതിഷേധ മാർച്ചും ധർണയും തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിൽ വന്ന് അവിടെ ധർണ നടത്തി ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കുവാനാണ്. കാരണം ഇത് വലിയ അനീതിയാണ്. അനീതിക്ക് അറുതി വരുത്തുവാൻ തന്നെയാണ് നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട നമ്മളുടെ മെമ്പർമാർ, സെക്രട്ടേറിയറ്റിലുള്ള മന്ത്രിമാരും MLA-മാരും ചെയ്യേണ്ടത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും ശരിക്കും നീതിക്കനുസരിച്ച് പ്രവർത്തിച്ചേ മതിയാവും. കണ്ണടച്ചിരുട്ടാക്കുന്ന വിധത്തിൽ പാവപ്പെട്ട അധ്യാപകരുടെ വേതനം തടഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ആ പ്രവണതയെ അവസാനിപ്പിക്കണം. അത് അനീതിയാണ്. അതോടൊപ്പം തന്നെ 2022 ശേഷമുള്ള അഡീഷണൽ പോസ്റ്റുകളിൽ നിയമിച്ച അധ്യാപകർക്ക് ഇതുവരെയും അവരുടെ അംഗീകാരം കൊടുത്തിട്ടില്ല. അതും വലിയൊരു അനീതിയാണ്. കാരണം റിട്ടയർമെൻറ്റ് നടക്കുമ്പോൾ സാധാരണ അതിന് തുല്യമായ പുതിയ പദവികൾ, പുതിയ നിയമനങ്ങൾ നടക്കാറില്ല. അതിൽ കുറവാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിന് അധിക ഭാരമല്ല വരുന്നത്. എന്നിട്ടും ഈ അനീതി അധ്യാപക വർഗത്തോട് ചെയ്യുന്നത് കൊടും അനീതിയാണ്. കാരണം വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുന്ന അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവരിൽ നിന്ന് കിട്ടേണ്ടുന്ന നന്മ കിട്ടാതെ പോകുന്ന ഒരവസ്ഥ. ഈ അനീതിക്ക് പൊറുതിയില്ല, അത് പൊറുക്കാനുമാവില്ല. അതുകൊണ്ട് സർക്കാർ ഉടനടി ഇതിന് പരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാസം 31-ാം തീയതിയിലത്തെ പ്രതിഷേധ മാർച്ചും ധർണയും. അതിൽ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് നടത്തുന്ന ഈ സമരത്തിൽ സർവാത്മന എല്ലാ അധ്യാപകരും പങ്കെടുക്കണമെന്നും എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.